Hi friends, E4 Malayalam എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഡ്രില്ലിംഗ് മെഷീനാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രില്ലിംഗ് മെഷീൻ. ബോഷിൻ്റെ പ്രൊഫഷണൽ ഡ്രില്ലിംഗ് മെഷീനാണ്. 500 വാട്ട്സാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ RPM വരുന്നത് 2600 RPM ആണ് വരുന്നത്. ഇതിൻ്റെ ചക്ക് കപ്പാസിറ്റി 1.5 മുതൽ 13 mm വരെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രണ്ട്സ്, ഈ ഡ്രില്ലിംഗ് മെഷീൻ്റെ മോഡൽ വരുന്നത് GSB 501 ആണ്. ഇമ്പാക്റ്റ് ഡ്രില്ലിംഗ് മെഷീനാണ്. പ്രൊഫഷണൽ ഡ്രില്ലിംഗ് മെഷീനാണിത്. ബോഷിൻ്റെ ബ്രാൻഡഡ് കമ്പനിയുടെ ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. നമുക്കടുത്തതായി ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇതിൽ ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ മോഡൽ നമ്പറാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് GSB 501 ആണ്. പിന്നെ വരുന്നത് ഇൻപുട്ട് പവറാണ്. 500 വാട്ട്സാണ് പവർ. പിന്നെ വരുന്നത് നോ ലോഡ് സ്പീഡ് 0 to 2600 RPM. പിന്നെ വരുന്നത് ഇമ്പാക്റ്റ് റേറ്റ് ആണ്. 25700 BPM ആണ് വരുന്നത്. പിന്നെ ചക്ക് കപ്പാസിറ്റി വരുന്നത് 1.5 to 13 mm ആണ്. പിന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ MRP വരുന്നത് 3520 രൂപയാണ്. ഇൻക്ലൂഡ് ഓൾ ടാക്സ് ആണ് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്താലോ? അപ്പോൾ നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഇതിൻ്റെ സീല് വരുന്നത്. അത് പൊട്ടിച്ച് കളയാം നമുക്ക്. അപ്പോൾ അത് ഞാനിവിടെ ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ് അത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡ്രിൽ മെഷീനാണ് കാണുന്നത്. അപ്പോൾ നമുക്കത് പുറത്തെടുക്കാം. ഇതിനകത്ത് ആദ്യമായി വരുന്നത് ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഇതിൻ്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും ഈ യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബിറ്റ് കണക്ട് ചെയ്യേണ്ടതും എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായി തന്നെ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, ഈ ഡ്രിൽ മെഷീൻ ഞാൻ പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. എനിക്ക് 2200 രൂപയ്ക്ക് ഇത് കിട്ടി. അപ്പോൾ നല്ലൊരു ഓഫറായിരുന്നു. 2200 രൂപയ്ക്ക് ഡ്രിൽ മെഷീൻ കിട്ടാമെന്ന് പറഞ്ഞാൽ, അതും ബോഷ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഡ്രിൽ മെഷീൻ 2200 രൂപയ്ക്ക് കിട്ടാമെന്ന് വെച്ചാൽ നല്ല ലക്കിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഡ്രിൽ മെഷീൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. 6 month ആണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. 6 month ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡ്രിൽ മെഷീൻ. നല്ലൊരു അടിപൊളി ഡ്രിൽ മെഷീൻ തന്നെയാണ്. ഇതിൻ്റെ ബ്രാൻഡും ഒക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. GSB 501 പ്രൊഫഷണൽ എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഫ്രണ്ട്സ്, ഈ ഡ്രിൽ മെഷീൻ്റെ കൂടെ ഒരു കീ ലഭിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ബിറ്റ് അയച്ചെടുക്കാനും ടൈറ്റ് ചെയ്യാനുമാണ് ഈ കീ ലഭിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും പറ്റും. ഈ ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരെണ്ണം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടാവും. ഈ ഡ്രില്ലിംഗ് മെഷീൻ ഹോം യൂസിന് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്, പ്രൊഫഷണൽ ടീമിനും യൂസ് ചെയ്യാൻ പറ്റും. ഈ ഡ്രില്ലിംഗ് മെഷീൻ പ്രൊഫഷണലാണ്. ഇതിൽ 2 ടോർക്ക് അഡ്ജസ്റ്റ്മെൻ്റാണ് വരുന്നത്. ഇവിടെ ഒരു മോഡും ഇപ്പുറത്തെ ഭാഗത്ത് ഒരു മോഡുമാണ് വരുന്നത്. പിന്നെ വരുന്നത് റിവേഴ്സ് ഫോർവേഡ് സ്വിച്ചാണ്. ഇതാണ് ഫോർവേഡ് സ്വിച്ച്. ഇത് പ്രസ് ചെയ്താൽ ഫോർവേഡാണ് പോകുന്നത്. നമ്മൾ ഈ ഭാഗത്ത് പ്രസ് ചെയ്താൽ റിവേഴ്സാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. നമ്മളിത് പ്രസ് ചെയ്യുമ്പോഴാണ് ഡ്രിൽ മെഷീൻ ഓൺ ആവുന്നത്. ഇതിനൊരു ലോക്കുമുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് ആ കറുത്ത സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ ഫുൾ ടൈം ഓണായി നിൽക്കും. നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്താൽ അത് റിലീസാവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. 220 വോൾട്ട് മുതൽ 230 വോൾട്ട് വരെയാണ് ഇത് വർക്കാവുന്നത്. 500 വാട്ട്സാണ് വരുന്നത്. 2600 RPM ആണ്. ഇതിൻ്റെ ഡ്രില്ലിംഗ് കപ്പാസിറ്റി 13 mm വരെയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് വരുന്നത്. 2019 ആണ് മോഡൽ.
ഫ്രണ്ട്സ്, ഈ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് സ്ക്രൂ അയക്കാനും സ്ക്രൂ ടൈറ്റ് ചെയ്യാനും പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രില്ലിംഗ് മെഷീനാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതിനായി ഞാനിവിടെ ഒരു ബോക്സ് എടുത്തിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഈ ഡ്രില്ലിംഗ് മെഷീൻ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രില്ലിംഗ് മെഷീൻ തന്നെയാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.